ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ ഇന്ന് എപ്പിസോഡൊന്നും വന്നിട്ടില്ല, പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും ജാനകിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും സത്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ജാനകി ഒരുപാട് പ്രതീക്ഷയോടെയാണ് ആ ഒരു കുടുംബത്തെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജാനകി ഒരു കാര്യം, അപർണയും അജയും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അപർണ നമ്മുടെ അളകാപുരിയിലോട്ട് മരുമകളായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും എന്നൊരു വിശ്വാസത്തോടെയാണ് ഈ ഒരു സത്യങ്ങള് എല്ലാവരെയും പറഞ്ഞ് തമ്പിയും സൂര്യനാരായണനെയും ഒന്നിപ്പിച്ചതും വിവാഹം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയതും. പക്ഷെ അവസാന നിമിഷമായിരുന്നു ജാനകി സത്യങ്ങൾ അറിഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീണ്ടും ആ ഒരു പ്രശ്നങ്ങൾ വഷളാകത്തേ ഉള്ളൂ. തമ്പിക്ക് ഉള്ള ദേഷ്യവും വാശിയെല്ലാം വീണ്ടും കൂടത്തേ ഉള്ളൂ ജാനകിക്ക് അറിയാം. പക്ഷെ അബി എന്തിനും ഏതിനും ജാനകിയുടെ ഒപ്പമുണ്ട് എന്ന് ജാനകിക്ക് ഒരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം അബി ഇപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ഈ ഒരു സത്യങ്ങൾ ജാനകി അബിയോട് പറഞ്ഞപ്പോൾ പോലും അബി ദേഷ്യപ്പെടാതെ ജാനകിക്ക് ഒപ്പമാണ് കൂടെ നിന്നത്. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് ജാനകി. അജയ് ഒരിക്കലും അപർണയെ വിവാഹം കഴിക്കത്തില്ല. അജയ് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. എന്നാൽ ഇവിടെ അപർണയുമായിട്ടുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ രണ്ട് വീട്ടുകാരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിമിഷത്തിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപർണയുടെ കുടുംബത്തെയും ചതിക്കുന്നത് പോലെ ആവും. പിന്നെയും ആ ഒരു പ്രതികാരം വർദ്ധിക്കത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന ഉള്ളൊരു ടെൻഷനിലാണ് ജാനകിയും അബിയൊക്കെ. എന്നാൽ ഈ ഒരു സമയം നിരഞ്ജന തന്റെ മനസ്സിൽ ഇപ്പോഴും അജയ് ഉണ്ട് എന്ന് നിരഞ്ജനയ്ക്ക് അറിയാം. പക്ഷെ അജയ് പെട്ടെന്ന് എന്തുകൊണ്ട് തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി എന്ന് അറിയത്തില്ല. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് അവിടെ നിരഞ്ജന ദേഷ്യത്തോടെ കാണിച്ചതും അജയോട് അങ്ങനെയെല്ലാം പെരുമാറിയത്. പക്ഷെ ഈ ഒരു കാര്യം നിരഞ്ജന അജയ് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം നിരഞ്ജനയുടെ അമ്മയ്ക്കും അച്ഛനും എല്ലാവരും അറിയാം. അങ്ങനെ ഈ ഒരു സമയത്ത് അജയുടെ ജീവിതം ഒരിക്കലും നശിക്കാൻ പാടില്ല എന്നൊരു ഉദ്ദേശത്തോടു കൂടി നിരഞ്ജനയോട് അമ്മ എന്താണ് സംഭവം എന്ന് നേരെ പറയാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ അജയുടെ ജീവിതം നീ ആയിട്ട് നശിപ്പിക്കരുത്, നീ കാരണം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ തന്നെ മറന്നു കളഞ്ഞേരെ. നിന്റെ മനസ്സിൽ അജയെക്കുറിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അജയെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അതിപ്പോൾ മറക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്കായിരിക്കും ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നത്. ഒരിക്കലും അജയുടെ ജീവിതം നീ ആയിട്ട് തൊലയ്ക്കരുത്. അവന് നല്ലൊരു ഭാവിയുണ്ട്, ആ ഭാവി നീയായിട്ട് കളയരുത്. ഈ സത്യങ്ങൾ എല്ലാവർക്കും അറിയാം എന്നൊക്കെ അവിടെ നിരഞ്ജനോട് പറഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് മനസ്സിലായി അച്ഛൻ ഈ ഒരു സത്യങ്ങൾ അറിഞ്ഞത് കൊണ്ടാണ് അജയ് ഇങ്ങനെയെല്ലാം ഒഴിഞ്ഞു മാറിയത് നിരഞ്ജനയ്ക്ക് മനസ്സിലായി. പക്ഷെ അജയ് അല്ലാതെ നിരഞ്ജനയ്ക്ക് മറ്റൊരു വരനെ തന്റെ ഭർത്താവായിട്ട് കാണാനായിട്ട് ഒരിക്കലും നിരഞ്ജനയ്ക്ക് സാധിക്കത്തില്ല. അങ്ങനെ ആ ഒരു സങ്കട കടലിലാണ് ഇപ്പോൾ നിരഞ്ജന എത്തിപ്പെട്ടിരിക്കുന്നത്. പക്ഷെ അവിടെ അപർണയാണെന്നുണ്ടെങ്കിൽ താൻ ആഗ്രഹിച്ച ആ ഒരാളെ സ്വന്തമാക്കുന്നതിനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് അപർണ. ഒരുപാട് ആഗ്രഹിച്ചു അയാളെ സ്വന്തമാക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് വെച്ച് അജയ് തന്റെ സ്വന്തമാകാൻ പോകുന്നു എന്നൊരു സന്തോഷത്തിലാണ് അപർണയുള്ളത്. എന്നാൽ കളകാപുരി തറവാടാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരുപാട് വർഷത്തെ ആ ഒരു പ്രതികാരവും അവരുടെ ആ ഒരു ശത്രുതയെല്ലാം മറന്ന് അവരെ ആ രണ്ട് കുടുംബങ്ങളും ഒന്നാകാൻ പോകുന്നു എന്ന ഒരു സന്തോഷത്തിലാണ്. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അമൃത തിരിച്ച് ശരണിന്റെ വീട്ടിലോട്ട് എത്തിയിരിക്കുന്നുണ്ട്. തിരിച്ച് എല്ലാം മറന്ന് അമൃത ശരണിന്റെ വീട്ടിലെത്തി. പക്ഷേ അവിടെ ശരൺ വന്ന സമയത്ത് ശരണിനെയും അമൃതയും തേടി മറ്റൊരാളാണ് അവിടെ വന്നത്, ജെസ്സിക വന്നതിന് ശേഷം ജെസ്സിക വന്നതിന്റെ വരുമ്പോഴത്തേക്കും അവിടെ ശരണും അമൃതയും ഉണ്ടായിരുന്നു. അപ്പോൾ ജെസ്സിക വന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. ഇന്നലെ ശരണിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അമൃത തന്റെ വീട്ടിൽ വന്നിരുന്നുവെന്നും തന്റെ ഭർത്താവിനോട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞു എന്നും ഞാനും ശരണൻ നല്ല ഫ്രണ്ട്സാണ് എന്നെൻ്റെ ഭർത്താവ് പറഞ്ഞിട്ട് പോലും അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് എന്നെയും എൻ്റെ ഭർത്താവിനെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അമൃത നോക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ അവിടെ ജെസ്സിക വിശദീകരിച്ച് പറയുകയും ഇതൊക്കെ കേട്ടപ്പോൾ ശരണിന് ദേഷ്യം വന്നു. അതുകൊണ്ട് നിങ്ങളായിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ ഇത് വലിയ പ്രശ്നമാകും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ജെസ്സിക പോയത്. അപ്പോൾ അങ്ങനെ ശരണ അമൃതയോട് പറയുന്നുണ്ട്, നീ കാണിച്ചത് എന്തുകൊണ്ടും തെറ്റായ ഒരു കാര്യമാണ്, നീ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ചെയ്തത്, നീ എന്തിനാണ്
ജെസ്സിയുടെ ഭർത്താവിനോട് പോയി ഇങ്ങനെയൊക്കെ പറയാൻ പോയത്? അതുകൊണ്ട് നീ എന്തായാലും അവനോട് പോയി മാപ്പ് പറഞ്ഞേ പറ്റത്തുള്ളൂ. നീ ജെസ്സിയുടെ ഭർത്താവിനോട് നീ മാപ്പ് പറയണം എന്ന് അവിടെ അമൃതയോട് ശരൺ പറയുമ്പോൾ എനിക്കത് സാധിക്കത്തില്ല എന്നും ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല എന്നും ഇതെല്ലാം നിങ്ങളായിട്ട് പറയിപ്പിച്ചതാണ് എന്നൊരു തീരുമാനത്തില് ഇനി ജെസ്സികയോട് ക്ഷമ ചോദിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല എന്നൊരു തീരുമാനത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമൃത അവിടെ നിൽക്കുവാണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും അപർണയും അജയും തമ്മിലുള്ള വിവാഹം നടക്കുമോ, അതോ നിരഞ്ജനയും അജയും തമ്മിലുള്ള വിവാഹമാണോ നടക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാം. അതുവരെയും ബൈ.